Hi all, welcome to another episode of Shrutis Learning Square. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ്. ഏതാണെന്നുള്ളതല്ലേ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഓരോരോ സെക്ഷൻസ് ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് കുറച്ച് പറഞ്ഞുതരും, പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത നെക്സ്റ്റ്, അങ്ങനെ നമുക്കങ്ങ് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ PSC പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, അല്ലാത്ത ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണുക. പിന്നെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനും ചിന്തിക്കുന്നത്. എനിക്കറിയാം ഇത് എല്ലാതും കൂടി പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അതായത് GK, ജനറൽ നോളേജ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇതെല്ലാം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെക്ഷനിലും കോഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മറന്നുപോയില്ല. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. നമുക്കൊരു 4 ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ മുഴുവൻ കേൾക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ എന്തായാലും ഈ സെക്ഷനിൽ നിന്നൊന്നും തെറ്റിക്കില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺസിൻ്റെ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇംഗ്ലീഷ് വീഡിയോ കളക്റ്റീവ് നൗൺസ് ആണ്. അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ ആൾക്കാരുടെ പേരാണ് കേട്ടോ. ജിംന ഗിരീഷ്, നൂർ ഷഫി, ഷാഹുൽ സിയാദ്, അഞ്ജലി അനിൽ, അമൃത സുബീഷ്, പ്രതിഭ, ഡിനിൽ ഡിനു, നിഖിൽ ജോർജ്, ഫസീല തനു, വിശാഖ് KV. അപ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് കല്യാണമായിട്ട്, അതായത് മാരേജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യങ് അൺമാരീഡ് ഗേൾ. കല്യാണം കഴിക്കാത്ത ഒരു ഗേളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കല്യാണം കഴിക്കാത്ത വിമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നമ്മൾ എന്താ പറയുക? സ്പിൻസ്റ്റർ എന്ന് പറയും. ഇത് രണ്ടും എല്ലാവർക്കും തിരിഞ്ഞു പോകാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാൻ പറ്റും? യങ് അൺമാരീഡ് ഗേൾ ആണ്. ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെന്താ പറയുന്നത്? മെയ്ഡ് എന്നാണ് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ മെയ്ഡിനെ നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മെർമെയ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അതൊരു ഗേൾ ആണ്, ശരിയല്ലേ? ആ ഒരു രൂപം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്കറിയാം യങ് അൺമാരീഡ് ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡാണ്. അതേസമയം വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ, കല്യാണം കഴിക്കാത്ത സ്ത്രീകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൻസ്റ്റർ. അപ്പോൾ സ്പിൻസ്റ്ററിനെ നിങ്ങളൊന്ന് സിസ്റ്ററായിട്ട് സങ്കല്പിക്കുക. സിസ്റ്റർ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സിസ്റ്ററിന് ഞാൻ ഉദ്ദേശിച്ചത് കന്യാസ്ത്രീകളാണ് കേട്ടോ. അവർ കല്യാണം കഴിക്കാത്ത ആൾക്കാരില്ല, അപ്പോൾ അവർ വിമണാണ്. അപ്പോൾ വിമൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്പിൻസ്റ്റർ. അതേസമയം ഗേൾ ആണെങ്കിൽ, അൺമാരീഡ് ഗേൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മെയ്ഡ്. ഇതാർക്കും തിരിഞ്ഞു പോരുത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കല്യാണം കഴിക്കാത്ത മാനിനെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പുരുഷന്മാരെ നമ്മൾ എന്താ പറയുക? ബാച്ചിലർ എന്ന് പറയും. കല്യാണം കഴിക്കാത്ത ആണുങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ബാച്ചിലർ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഹസ്ബൻഡ് മരിച്ച സ്ത്രീകളെ നമ്മൾ എന്ത് പറയും? വിഡോ എന്ന് പറയും. അതേസമയം ഭാര്യ മരിച്ചിട്ടുള്ള ഹസ്ബൻഡ്സിനെ നമ്മൾ എന്താ പറയുന്നത്? വിഡോവർ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഇവിടെ വിഡോ ആണെങ്കിൽ ഇവിടെ ഒരു ER കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഹസ്ബൻഡ് മരിച്ച സ്ത്രീകളെ നമ്മൾ പറയുന്നത് വിഡോ എന്നാണ്. അപ്പം നേരെ തിരിച്ചു വരുമ്പോൾ എന്ത് വരും? ഒരു ER കൂടെ കൂട്ടുക, അതായത് വിഡോവർ എന്നും കൂടെ കൂട്ടുക. നെക്സ്റ്റിലേക്ക് കയറാം. ഹസ്ബൻഡ് ഓർ വൈഫ്, ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെ പറയുന്ന വേറൊരു ടേമാണ് എന്ത്? സ്പൗസ് എന്ന് പറയുന്നത്. SPOUSE കേട്ടോ, സ്പൗസ്. അപ്പോൾ എല്ലാവരും ഇനി ഭാര്യേനെ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ സ്പൗസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിച്ച് നോക്കൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി. അപ്പോൾ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി ആണ് കല്യാണം കഴിക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ്, രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് എസ്പൗസൽ. എന്താണ്? എസ്പൗസൽ. അപ്പോൾ ഇത് സ്പൗസാന്ന് നമുക്കറിയാലോ. കല്യാണം കഴിച്ചിട്ടുള്ള രണ്ടാൾക്കാരെ നമ്മൾ എന്താ പറയുന്നത്? സ്പൗസ്. അതായത് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യേനെ പറയുന്നത് സ്പൗസ് എന്നാണ്. അപ്പോൾ അതിനുള്ളൊരു എഗ്രിമെൻ്റ് അല്ലേ? എഗ്രിമെൻറ്റിനെ നമ്മൾ എങ്ങനെ പറയും? യെസ്. അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ നമ്മൾ എന്ത് പറയും? ഒന്നല്ലെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഇല്ല എന്നല്ലേ പറയാം. അപ്പോൾ യെസ് ഓർ നോ നമ്മൾ പറയും, ശരിയല്ല? അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. യെസ് എന്ന് ഉദ്ദേശിക്കുന്നത് YES ആണ്. അതിന് പകരം നിങ്ങൾ ES എന്ന് പ്രൊനൗൺസ് ചെയ്യുക. എസ്പൗസൽ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എസ്പൗസൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ടു മാരി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ സമ്മതമാണ്, യെസ് ആണ്. എസ്പൗസൽ. ഓക്കെ, ഇനി ഇന്നേക്ക് കയറാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിക്കാത്ത ഒരവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് സെലിബസി. അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ മാക്സിമം സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ചൊക്കെ നടക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. സെലിബസി, CELIBACY കേട്ടോ. അപ്പോൾ അത് ഓർക്കാൻ പറ്റും. ഇനി അടുത്തത് ഹെയ്റ്റ്സ് മാരേജ്. സമ്മൺ ഹൂ ഹെയ്റ്റ്സ് മാരേജ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ, അതായത് കല്യാണ വിരോധി അങ്ങനെയുള്ള ഒരാളെ പറയുന്നതാണ് എന്ത്?
മിസ്സോഗാമിസ്റ്റ് എന്ന് പറയുന്നത്. മിസ്സോ അതായത് മിസ് ചെയ്യും, കല്യാണം മിസ് ചെയ്യും എന്ന് ആലോചിക്കുക. അപ്പോൾ മിസ്സോഗമിസ്റ്റ് കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ് ടു 2 persons അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ സമയത്ത് 2 ആൾക്കാരെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈഗമി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരാളെന്നെ കല്യാണം കഴിക്കുമ്പോഴത്തുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അതേസമയം 2 ആൾക്കാരെ ഒരേ സമയം കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? ബൈഗമി. അപ്പോൾ ബൈഗമി എന്ന് പറഞ്ഞാൽ എന്താ? 2 persons ആണ്. അപ്പോൾ 2നെ നമ്മൾ എന്ത് പറയും? നമ്മൾ 2 വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറയുക? ബൈസൈക്കിൾ, രണ്ട് ചക്രമുള്ള സൈക്കിളിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ബൈസൈക്കിൾ. 3 ചക്രമുള്ള സൈക്കിൾ എന്ന് പറയും ട്രൈസൈക്കിൾ. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2. അപ്പോൾ അതേപോലെ 2 പേഴ്സൺസ് ആയതുകൊണ്ടാണ് ഇവിടെ ബൈ എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ കണക്ട് ചെയ്യൂ. ഗമി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്ത്രീകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഗമി എന്ന് പറയുന്നത്, GAMY. അപ്പോൾ ബൈ ഗമി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് മാരേജ്, 2ാമത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളെന്താ പറയുന്നത്? ഡൈഗമി, ഡൈ. അപ്പോൾ നമുക്കറിയാം ബൈഗമി, ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പ്രാവശ്യം 2 ആൾക്കാരെ കല്യാണം കഴിക്കുന്ന ഇതാണ് നമ്മൾ പറയുന്നത് ബൈഗമി എന്ന് പറയുന്നത്. ഡൈഗമി എന്ന് പറയുന്നത് സെക്കൻഡ് മാരേജ് ആണ്. ഇത് രണ്ടും തെറ്റിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് മാരേജ് നമ്മൾ എപ്പോഴാണ് 2ാമത് കല്യാണം കഴിക്കുന്നത്? 2ാമത് കല്യാണം കഴിക്കുന്നത് ഒന്നല്ലെങ്കിൽ ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഡൈ, അങ്ങനെ ആലോചിക്കൂ. ഡൈ, മരിച്ചതിന് ശേഷമാണ് സെക്കൻഡ് മാരേജ് നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മാരേജിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഡൈഗമി. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത്. 2 persons അറ്റ് ദ സെയിം ടൈം മാരി ചെയ്യണതിനെയാണ് നമ്മൾ പറയുന്നത് ബൈഗമി. അതേസമയം സെക്കൻഡ് മാരേജിനെയാണ് നമ്മൾ പറയുന്നത് ഡൈഗമി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. മാരിയിങ് ഓൺലി വിതിൻ ദ ട്രൈബ്, അതായത് ഒരേ ട്രൈബിലുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പറയുന്നതാണ് എന്ത്? എൻഡോഗമി. എൻഡോഗമി അതായത് നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, എൻ്റെ അങ്ങനെ ആലോചിച്ചാൽ മതി. സെയിം വിത്തിൻ ദ സെയിം ട്രൈബ് തന്നെയാണ് കേട്ടോ, ഒരേ ട്രൈബാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ എൻഡോഗമി, അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. എൻഡോഗമി. അതേസമയം പുറത്തുനിന്നാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ വിത്തിനായിരുന്നു, സെയിം ട്രൈബ് തന്നെയായിരുന്നു. പുറത്തുനിന്നാണ് നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോ. നമുക്കറിയാം എക്സോ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്താണ്, ഔട്ടാണ് അല്ലേ? അപ്പോൾ ഔട്ട് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോഗമി. ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ഒരേ ട്രൈബിൽ നിന്നാണ് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ പറയും എൻഡോഗമി. അതേസമയം പുറത്തുനിന്നാണ് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സോഗമി. ഓക്കെ, അടുത്തതിലേക്ക് കയറാം. കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി 1 wife, അതായത് ഒരു വൈഫ് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരു കസ്റ്റം, അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? മോണോഗമി. മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിളാണ്. അപ്പോൾ സിംഗിൾ വൈഫ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ, മോണോഗമി. അതേസമയം മോർ ദാൻ 1 wife, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതിനെ നമ്മൾ എന്ത് പറയും? പോളിഗമി. പോളി എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗൺ, പോളിമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒക്കെ അർത്ഥം എന്താ? ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പോളിഗമി. എല്ലായിടത്തും ഈ ഗമി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വൈഫാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോണോഗമി. അതേസമയം ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പോളി മീൻസ് മെനി, പോളിഗമി. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം. കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി 1 husband. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി 1 wife പറഞ്ഞില്ലേ, അതേപോലെ തന്നെ 1 husband ആണ്. അപ്പോൾ 1 വരുമ്പോൾ നമ്മൾ എന്തെടുക്കും? മോണോ എടുക്കും. പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആണാണല്ലോ, അപ്പോൾ ആണാകുമ്പോൾ നമ്മൾ അതായത് AN കൂട്ടും, അതായത് മോണോ ആൻഡ്രി കേട്ടോ. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് AN. അപ്പോൾ മോണോ ആൻഡ്രി. അതേപോലെ തന്നെ മോർ ദാൻ 1 husband, അതായത് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? മോർ ദാൻ 1. ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതലുള്ളതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പോളി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആണുങ്ങളാണ്, അപ്പോൾ പോളി ആൻ, ആണിൻ്റെ ആൺ, അപ്പോൾ പോളി ആൻഡ്രി. ഇങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. കല്യാണം കഴിക്കാത്ത വിമണിനെ എന്താ പറയുന്നത്? കല്യാണം കഴിക്കാത്ത ഗേൾ അല്ല ഞാൻ ചോദിച്ചത്, വിമൺ എന്താ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. കല്യാണം കഴിക്കാത്ത വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിനെ ആലോചിക്കുക, കന്യാസ്ത്രീ, അതായത് സ്പിൻസ്റ്റർ. അതേസമയം ഗേൾ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഗേൾ ആണെങ്കിൽ മെയ്ഡ് യൂസ് ചെയ്യും. ഇത് രണ്ടും തിരിഞ്ഞു പോരുത്, ഇത് PSCക്ക് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ മോർ ദാൻ 1 wife ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോളിഗമി. മോർ ദാൻ 1 husband ആണെങ്കിൽ എന്ത് പറയും? പോളി ആൻഡ്രി. ഇതെല്ലാം ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഡൗറി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? സ്ത്രീധനമാണ്, അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധനത്തിനെയാണ് നമ്മൾ ഡൗറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അലവൻസ് ടു വൈഫ് ഫ്രം ഹസ്ബൻഡ് ഓൺ സെപ്പറേഷൻ, അതായത് വൈഫും ഹസ്ബൻഡും തമ്മിൽ സെപ്പറേറ്റഡ് ആയി,
എന്നിട്ട് വൈഫിന് കിട്ടുന്ന നഷ്ടപരിഹാരം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിമണി. ALIMONY. എന്താണ് നമ്മൾ പറയുന്നത്? അലിമണി. എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് അലിയാണെന്ന് വിചാരിച്ചോളൂ, അലി. അപ്പോൾ ഇവിടുത്തെ ALI ഉണ്ട്, അലി കൊടുക്കുന്ന മണി, MONY. അപ്പോൾ എന്താണ്? അലിമണി. അപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം വൈഫിന് കിട്ടുന്ന നഷ്ടപരിഹാരത്തിന് എന്താ പറയുന്നത്? അലിമണി. തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് ഡൈവേഴ്സ്ഡ് പേഴ്സൺ, അതായത് ഡൈവേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളെ നമ്മൾ എന്താ പറയുന്നത്? ഡിവേഴ്സി എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ ഡൈവേഴ്സിന് നമ്മൾ DIVORCE ആണ്, അതിൻ്റെ ഒപ്പം ഒരു ഇയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡിവോഴ്സി ആയി. ക്ലിയർ ആയ? അടുത്തത് നോക്കാം. വിമൻ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ്, അതായത് ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള ഒരു സ്ത്രീക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ പറയുന്നത്? ഡൊവേജർ. നമുക്കറിയാം വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാശായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഡു വേജ്, അതായത് വേജ് വാങ്ങൂ എന്നുള്ളൊരു മീനിങ്, ഡു വേജർ. അങ്ങനെ ഒന്ന് ആലോചിച്ചോളൂ. അതേപോലെ തന്നെ വിഡോസ് ഷെയർ ഓഫ് എ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി, അതായത് ഒരു ഷെയറാണ്, ഒരു വിഡോയ്ക്ക് കിട്ടുന്ന ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഒരു ഷെയറാണ്. നമുക്കറിയാം ഇവിടെ എന്തായിരുന്നു വന്നിരുന്നത്? ഫുൾ പ്രോപ്പർട്ടി കിട്ടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡൊവേജർ അല്ലേ? വിമൻ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ് നമ്മൾ എന്താ പറയുന്നത്? ഡൊവേജർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയറാണ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ആലോചിച്ചാൽ മതി. കണ്ടോ, ഇവിടെ ഷെയർ അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എന്താ? DOWER. ഇതിൻ്റെ ഒരു ഭാഗമല്ലേ DOWER? അതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ DOWER. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ വിമൻ വിത്ത് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം ലേറ്റ് ഹസ്ബൻഡ് ആണെങ്കിൽ എന്താണ് ആൻസർ? ഡുവേജർ. വേജ് വാങ്ങിക്കോളൂ, ഡുവേജർ. അതേസമയം വിഡോസ് ഷെയർ ഓഫ് എ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി, ഹസ്ബൻഡ് അതായത് മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ഒരു ഷെയർ, പ്രോപ്പർട്ടിയിലുള്ള ഒരു ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോവർ. കേട്ടോ. നെക്സ്റ്റ് വണ്ണിലേക്ക് കയറാം. എ മാൻ ടു ഹും എ വിമൻ ഈസ് എൻഗേജ് ടു ബി മാരീഡ്, അതായത് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ആണിനെ, അതായത് കല്യാണം കഴിക്കാൻ പോണ ആളെ നമ്മൾ എന്താ പറയുക? ഫിയാൻസി എന്നാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സ്പെല്ലിങ് നോക്കുക, FIANCE എന്നാണ് കേട്ടോ, ഫിയാൻസി. നെക്സ്റ്റ് വൺ, മാരേജ് വിത്ത് എ പേഴ്സൺ ഓഫ് ലോവർ റാങ്ക് അല്ലെങ്കിൽ സോഷ്യൽ പൊസിഷൻ, അതായത് താഴ്ന്ന പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മിക്ക ആൾക്കാരും എന്താ പറയും? അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ മിസ് അലയൻസ് ആയിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ നടക്കേണ്ട ഒരു അലയൻസ് അല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. മെസ് അലയൻസ് ആണ് കേട്ടോ. മിസ് അലയൻസ് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. മെസ്സാണ്, MES, മെസ് അലയൻസ് കേട്ടോ. അപ്പോൾ മാരേജ് വിത്ത് എ പേഴ്സൺ ഓഫ് ലോവർ റാങ്കിനെ നമ്മൾ എന്താ പറയുന്നത്? മെസ് അലയൻസ്. തെറ്റിക്കരുത്. ഇതെല്ലാം ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്ന കോഡ്സാണ്. അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഫിയാൻസി എന്ന് പറയും. ആണുങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ഫിയാൻസി എന്ന് പറയും. കല്യാണത്തിന് മുമ്പ് നമുക്ക് ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്ത് ടേമാണ്? ഫിയാൻസി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. മാരേജിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമുക്കിതെല്ലാം ജസ്റ്റ് ഒന്ന് 4 ഓപ്ഷനിൽ നിന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരു തിരിച്ചറിയൽ പരേഡ് മാത്രമാണ്. ആരും വലിയ വാക്കുകളൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ പോർഷൻ ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് ഇടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ യങ് അൺമാരീഡ് ഗേളിനെ നമ്മൾ എന്താണ് പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, കല്യാണം കഴിക്കാത്ത ഒരു അവസ്ഥ, അതിനെ നമ്മളെന്താ ഒറ്റ വേർഡിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ എനിക്ക് കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും, കറക്റ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.